ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും വിശ്വാസ പരിശീലനത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാലോ? കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പി. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ദിവസത്തെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഇപ്പോൾ ഞങ്ങൾ പഠിക്കുവാൻ പോകുന്ന ഞങ്ങളുടെ വിശ്വാസത്തെ വളർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നോ? വല്ലതും മനസ്സിലായായിരുന്നോ നിങ്ങൾക്ക്? നമ്മൾ കഴിഞ്ഞ ആഴ്ച അന്ത്യോക്യൻ ആരാധനാക്രമത്തെക്കുറിച്ചാണ് പഠിച്ചത്. ആ പാഠത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞായിരുന്നു, ഭാരതത്തിൽ 3 ആരാധനാ രീതികളാണ് ഉള്ളത്. 1 ലത്തീൻ ആരാധനാക്രമം, 2 മലങ്കര കത്തോലിക്ക ആരാധനാക്രമം, നമ്മൾ ഉപയോഗിക്കുന്ന അന്ത്യോക്യൻ ആരാധനാക്രമം, 3 സീറോ മലബാറുകാർ ഉപയോഗിക്കുന്ന കൽദായ സുറിയാനി ആരാധനാക്രമം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായതാണ്. അപ്പോൾ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സീറോ മലബാർ ആരാധനാക്രമം അതെന്താണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആർ സിക്കാർ എന്ന് പറയും. സീറോ മലബാറുകാരെയും നമ്മൾ ആർ സിക്കാരെന്ന് പറയും, ലത്തീൻകാരെയും നമ്മൾ ആർ സിക്കാർ എന്ന് പറയും, അല്ലേ? ആർ സിക്കാർ സീറോ മലബാറുകാർ ആർ സി എന്ന വാക്കിൻ്റെ ആ അക്ഷരത്തിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റോമൻ കാത്തലിക് എന്നാണ്. സീറോ മലബാറുകാർ റോമൻ കാത്തലിക് അല്ല, അവർ കൽദായ സുറിയാനിക്കാരാണ്. അപ്പോൾ സീറോ മലബാറുകാരെ ഒരിക്കലും നമ്മൾ ആർ സിക്കാർ എന്ന് പറയരുത് കേട്ടോ. അപ്പോൾ അവർ സുറിയാനി ക്രിസ്ത്യൻസാണ്, സുറിയാനി കത്തോലിക്കരാണ്. അത് ആ വേർഡ്, ആ കാര്യം നമ്മൾ ഓർത്തിരിക്കണം. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു തെറ്റാണ് അത്. ഇനിയും നമ്മൾ അതിനെ തിരുത്തി കൊടുക്കണം. ലത്തീൻ ആരാധനാക്രമം ഉപയോഗിക്കുന്നവരാണ് LC അല്ലെങ്കിൽ RC, റോമൻ കാത്തലിക്. ലത്തീൻ ആരാധനാക്രമം. നമ്മൾ സീറോ മലങ്കര എന്ന് പറയുന്നത് സുറിയാനി കത്തോലിക്കരാണ്, മലങ്കര സുറിയാനി കത്തോലിക്കരാണ്. നമ്മൾ സിറിയൻ കാത്തലിക് എന്ന് നമ്മൾ അറിയപ്പെടും. സീറോ മലബാറുകാരും സിറിയൻ കാത്തലിക്സാണ്. നമ്മൾ ആരാധനാക്രമത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച പഠിച്ചപ്പം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം എങ്ങനെയാണ്, എന്താണ് നമ്മളൊന്ന് വളരെ ചുരുക്കത്തിൽ നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്. 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായത്തിൻ്റെ പേര് സീറോ മലബാർ ആരാധനാക്രമം എന്നാണ്. സീറോ മലബാർ ആരാധനാക്രമം. നമ്മുടെ സഭാചരിത്രം നമുക്കറിയാം. AD 52 മാർത്തോമാ ശ്ലീഹ കേരളത്തിലേക്ക് വന്നതും ക്രൈസ്തവ സമൂഹം രൂപപ്പെടുന്നതും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മാർത്തോമാ ശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച ക്രിസ്ത്യാനികൾ പേർഷ്യൻ സഭയുമായി അല്ലെങ്കിൽ ഈ കൽദായ സഭയുമായിട്ടാണ് ബന്ധം പുലർത്തിയിരുന്നത്. കാരണം മാർത്തോമാ ശ്ലീഹ കേരളത്തിലേക്ക് വന്നത് എവിടെ നിന്നാണ്? പേർഷ്യയിൽ നിന്നാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പേർഷ്യൻ അല്ലെങ്കിൽ കൽദായ ആരാധനാക്രമം ഈ കേരളത്തിൽ സജീവമാകാൻ കാരണം. അത് മാർത്തോമാ ശ്ലീഹ കൊണ്ടുവന്ന ആരാധനാക്രമമാണ്. അപ്പോൾ ഈ ആരാധനാക്രമവുമായിട്ടാണ് AD 52 മാർത്തോമാ ശ്ലീഹ കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ പേർഷ്യൻ ആരാധനാക്രമവുമായിട്ടാണ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യം ആരംഭിച്ച കത്തോലിക്ക സമൂഹം, ക്രിസ്ത്യാനി സമൂഹം ഈ പേർഷ്യൻ ആരാധന അല്ലെങ്കിൽ ഈ കൽദായ സുറിയാനി ആരാധനാക്രമമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നമ്മുടെ AD 52 മാർത്തോമാ ശ്ലീഹ വന്ന സമയം മുതൽ, ആരംഭകാലം മുതൽ തന്നെ ഈ ഒരു ആരാധനാക്രമമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്.
സീറോ മലബാർ സഭ തോമാസ് ലീഹായുടെ ആഗമനം മുതൽ കത്തോലിക്ക സംസർഗം കാത്തു സൂക്ഷിക്കുകയും ആരംഭം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൗരസ്ത്യ ആരാധനാക്രമം ഉപയോഗിക്കുകയും ചെയ്തു. ആദിമ യഹൂദ ക്രൈസ്തവ കേന്ദ്രമായ എദേസ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ഒരു സ്ഥലത്തിൻ്റെ പേരാണത്. എദേസ കേന്ദ്രീകരിച്ച് വളർന്നു വന്ന പുരാതന സുറിയാനി ആരാധനാക്രമമാണ് സീറോ മലബാർ സഭയ്ക്ക് ഉള്ളത്. ഈ ആദിമ യഹൂദ ക്രൈസ്തവ കേന്ദ്രമായ എദേസ എന്ന് പറയുന്ന സ്ഥലത്ത് വളർന്നു വന്ന ഒരു ആരാധനാക്രമമാണ്. അപ്പോൾ ഈ മാർത്തോമാ ശ്ലീഹ കൊണ്ടുവന്ന ആരാധനാക്രമം എന്ന് പറയുന്നത് ഈ എദേസ എന്ന് പറയുന്ന സ്ഥലത്ത് വളർന്നു വന്ന ഈ ആരാധനാക്രമമാണ്. അതുകൊണ്ട് തോമാസ് ശ്ലീഹായുടെ ശിഷ്യനും എദേസായുടെ അപ്പോസ്തോലനുമായ മാർ അദ്ദായി, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മാർ മാറി എന്നിവരുടെ പേരിലാണ് സീറോ മലബാർ കുർബാനയിലെ പ്രധാനപ്പെട്ട അനാഫറ പ്രാർത്ഥനകൾ ഉള്ളത്. 2 പേരുടെ പേരിലാണ് സീറോ മലബാർ സഭയുടെ പ്രധാനപ്പെട്ട അനാഫറ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അനാഫറ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അത് കൃതജ്ഞതാ സ്തോത്രമാണ്, പ്രധാനപ്പെട്ട ഭാഗമാണ്, കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പറയുന്ന സീറോ മലബാർ സഭയിൽ ഈ 2 അനാഫറയാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് തോമാസ് ലീഹായുടെ ശിഷ്യനായ എദേസായുടെ അപ്പോസ്തോലൻ എന്ന് പറയുന്ന മാർ അദ്ദായിയുടെ ശിഷ്യനായിട്ടുള്ള മാർ മാറി എന്ന് പറയുന്ന 2 പേരുടെ പേരിലാണ് സീറോ മലബാർ സഭയുടെ പ്രധാനപ്പെട്ട 2 അനാഫറകൾ ഉള്ളത്. അപ്പോൾ നമ്മൾ സീറോ മലബാർ കുർബാനയെക്കുറിച്ച്, അതിൻ്റെ ഘടനയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഹെഡിങ് ആണ് സീറോ മലബാർ കുർബാന. കുർബാന നമുക്കറിയാം, ഈശോ അന്ത്യത്താഴ സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ആചരിക്കുവിൻ. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഈ ആഹ്വാനത്തിന് പ്രത്യുത്തരമായിട്ടാണ് പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുകയും പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് ആഘോഷത്തോടെയും അധികം ആഘോഷം ഇല്ലാതെയും നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. നമ്മുടെ പൗരസ്ത്യ സഭയിൽ വിശുദ്ധ പൗലോസ് ലീഹായുടെ ലേഖനം 1 കൊറിന്തോസ് 11-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിശുദ്ധ കുർബാന വളർന്നതും വികസിച്ചതും. അപ്പോൾ അതിന് പരിശുദ്ധ കുർബാനയ്ക്ക് വ്യാഖ്യാനങ്ങളൊക്കെ നൽകപ്പെട്ടത് ഈ ഒരു വേദഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബൈബിൾ എടുത്തിട്ട് വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ അന്നേരം മനസ്സിലാകും. അപ്പോൾ ഈ പരിശുദ്ധ കുർബാന നമുക്കറിയാം അർപ്പിക്കുന്നത് സഭ ഒന്നടങ്കം ഐക്യത്തിൽ ഒന്നു ചേർന്നുകൊണ്ട് കർത്താവിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അപ്പം മുറിക്കുകയും കാസ ആശീർവദിച്ച് അതിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഈ പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ കർത്താവിൻ്റെ ഓർമ്മ ആചരണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതായത് മനുഷ്യാവതാരം മുതൽ രക്ഷാകര രഹസ്യങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ട് കർത്താവിൻ്റെ 2ാമത്തെ ആഗമനം വരെയും നമ്മൾ ഓർക്കുന്ന ഒരു ആരാധന ആണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നമ്മൾ ഓർത്താൽ മതി. സീറോ മലബാർ സഭയിലും ഇതുതന്നെയാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരം മുതൽ 2ാമത്തെ ആഗമനം വരെയുള്ള രക്ഷാകര രഹസ്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുകയും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളതിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാനയുടെ സീറോ മലബാർ സഭയിലെ പരിശുദ്ധ കുർബാനയുടെ ആമുഖ ശുശ്രൂഷയെക്കുറിച്ചാണ് നമ്മളിനിയും പറയാൻ പോകുന്നത്. പരിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ സകലത്തിൻ്റെയും നാഥ എന്ന പ്രാർത്ഥന വരെയുള്ള ഭാഗമാണ് ഈ ആമുഖ ശുശ്രൂഷ. പരിശുദ്ധ കുർബാനയുടെ തുടക്കം എങ്ങനെയാണ് നമുക്കറിയാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ ഈ പാട്ട് പാടിക്കൊണ്ടാണ് പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. സീറോ മലബാർ സഭയുടെ ആരാധന പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് ഈ പാട്ട് പാടിക്കൊണ്ടാണ്. അപ്പോൾ ഈ പാട്ട് മുതൽ
സകലത്തിൻ്റെയും നാഥ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥന വരെയാണ് ആമുഖ ശുശ്രൂഷ. ഈ ഭാഗത്ത് കർത്താവിൻ്റെ കൽപ്പന അനുസരണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധൻ 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 എന്ന് മാലാഖമാരുടെ കീർത്തനം, സങ്കീർത്തനം, ധൂപാർപ്പണം തുടങ്ങിയ ശുശ്രൂഷകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. ഈ ആമുഖ ശുശ്രൂഷയ്ക്കകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അതായത് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന, നമ്മൾ ഈ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോലെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ കർത്താവിൻ്റെ കൽപ്പന അനുസരണം, അതുപോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന, മാലാഖമാരുടെ കീർത്തനം, പരിശുദ്ധൻ 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 എന്ന് പാടി മാലാഖമാരുടെ കീർത്തനം, സങ്കീർത്തനങ്ങൾ, ധൂപാർപ്പണം എന്നുള്ളതാണ് ഈ ശുശ്രൂഷകൾ. കർത്താവിൻ്റെ മനുഷ്യാവതാരം, ജനനം, കർത്താവിനെ കാത്തിരുന്ന പൂർവ്വപിതാക്കന്മാരുടെ സ്വപ്നങ്ങൾ എന്നിവ ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നു. ഇത്രയുമാണ് ആമുഖ ശുശ്രൂഷയ്ക്കകത്തുള്ളത്. രണ്ടാമത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഓരോ ആരാധനാ ക്രമങ്ങളിലും വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. സിറോ മലബാർ സഭയിലെ പരിശുദ്ധ കുർബാനയ്ക്ക് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം എന്നറിയിപ്പോടെയാണ് വചന ഭാഗം ആരംഭിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്നുള്ള വചന ഭാഗമുണ്ട്, അതുപോലെ നമ്മുടെ പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്നുള്ള വായനയുണ്ട്, സുവിശേഷ വായനയുണ്ട്. ഈ ഭാഗത്ത് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ എന്ന് തുടങ്ങുന്ന ത്രൈശുദ്ധ കീർത്തനം, നിയമഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഒന്നാമത്തെ പഴയ നിയമ വായന, പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള രണ്ടാമത്തെ പഴയ നിയമ വായന, ലേഖനം, സുവിശേഷം എന്നിവയിൽ നിന്നുള്ള വായനകൾ, കാറോസൂസ, കൈവപ്പ് പ്രാർത്ഥന തുടങ്ങിയ ശുശ്രൂഷകളാണ് ഈ വചന ശുശ്രൂഷയിൽ ഉള്ളത്. അതായത് പഴയ നിയമത്തിൽ നിന്ന് 2 വായനയുണ്ട്, പുതിയ നിയമത്തിൽ നിന്ന് 2 വായനയുണ്ട്. ഈ 2 വായനകൾക്ക് ശേഷം കാറോസൂസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, കാറോസൂസ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രഘോഷണം എന്നാണ്. അതിനകത്ത് പുസ്തകത്തിനകത്തില്ല, നിങ്ങളതൊന്ന് എഴുതി വെച്ചാൽ മതി. പ്രഘോഷണ പ്രാർത്ഥന എന്നാണ്. അതായത് വചനം വായിച്ചതിന് ശേഷം ഉടനെ തന്നെ ഈ വചനത്തിൻ്റെ അഭിഷേകം. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഭൗതിക ആവശ്യങ്ങളെല്ലാം നേടിത്തരണമെന്നല്ല. അതിന് വേണ്ടിയിട്ട് വേറെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. സഭയിൽ വേറെ, കുർബാനയ്ക്കിടയ്ക്ക് വേറെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഈ സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി, നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് സഭ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കാറോസൂസ പ്രാർത്ഥന മാറി മാറി വരും. ഈ വാക്കിൻ്റെ അർത്ഥം പ്രഘോഷണം എന്നാണ്, പ്രഘോഷണ പ്രാർത്ഥന എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കൈവപ്പ് പ്രാർത്ഥന തുടങ്ങിയ ശുശ്രൂഷകളാണ് ഈ വചന ശുശ്രൂഷയിലുള്ളത്. കർത്താവിൻ്റെ പരസ്യജീവിതം, വചനങ്ങളും പ്രവർത്തികളും വഴിയുള്ള സാക്ഷ്യം എന്നിവയാണ് ഇവിടെ പ്രത്യേകമായിട്ടും അനുസ്മരിക്കുന്നത്. മൂന്നാമത്തെ ഹെഡിങ് ആണ് ഒരുക്ക ശുശ്രൂഷ. വചന ശുശ്രൂഷയ്ക്കും കൂദാശ ഭാഗത്തിനും ഇടയ്ക്കുള്ള കർമ്മങ്ങളും പ്രാർത്ഥനകളുമാണ് ഒരുക്ക ശുശ്രൂഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഈ വചനഭാഗം വായിച്ചു കഴിഞ്ഞ ഉടനെ കോറോസൂസ പ്രാർത്ഥനയുടെ സമയത്താണ് വൈദികൻ പോയി അപ്പവും വീഞ്ഞും ഒരുക്കി വെക്കുന്നതും അതിനിടയ്ക്ക് ഈ അപ്പവും വീഞ്ഞും എടുത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നിങ്ങളൊന്ന് പരിശുദ്ധ കുർബാനയിൽ ഓൺലൈനിൽ നമുക്ക് എല്ലാ ദിവസവും ശാലോം ടിവിയിലും ഒക്കെ ഈ സിറോ മലബാർ കുർബാനയുണ്ട്. നിങ്ങൾ ഈ പാഠം പഠിക്കുന്നതോടൊപ്പം ഒരു 2 പ്രാവശ്യമെങ്കിലും ഈ സിറോ മലബാർ കുർബാന ഒന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇത് മനസ്സിലാകും. അപ്പോൾ ഈ ഒരുക്ക ശുശ്രൂഷയുടെ സമയത്ത് വിശുദ്ധ വസ്തുക്കളുടെ ഒരുക്കവും കാർമ്മികൻ്റെയും സമൂഹത്തിൻ്റെയും ആത്മീയ ഒരുക്കവുമാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. ഈ സമയത്ത് അപ്പവും വീഞ്ഞും ഒരുക്കി അൾത്താരയിലേക്ക് സംവഹിക്കുന്നു. തുടർന്ന് കാർമ്മികൻ കൈകഴുകുന്നു. തിരുവസ്തുക്കൾ അൾത്താരയിൽ പ്രതിഷ്ഠിച്ച് ശോശപ്പ കൊണ്ട് മൂടുന്നു. തുടർന്ന് അനുസ്മരണ പ്രാർത്ഥനകൾ, വിശ്വാസ പ്രമാണം, ബലിപീഠ പ്രവേശനം എന്നീ കർമ്മങ്ങൾ നടത്തുന്നു. ഒരുക്ക ശുശ്രൂഷയിൽ ഇത്രയും ക്രമീകരണങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പവും വീഞ്ഞും ഒരുക്കി വെക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും, അൾത്താരയുടെ 2 സൈഡിലാണ് അപ്പവും വീഞ്ഞും സിറോ മലബാർ സഭയുടെ കുർബാനയ്ക്ക് ഒരുക്കി വെക്കുന്നത്. അവിടെ നിന്ന് വൈദികൻ പോയി, കാർമ്മികൻ പോയി അത് എടുത്ത്
ഒരുക്കി ആശീർവദിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ബലിപീഠത്തിലേക്ക് അവിടെ കൊണ്ടുവരുന്നു. അതിനുശേഷം അത് മുകളിലേക്ക് ഉയർത്തി വൈദികൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം ശോശപ്പ കൊണ്ട് അത് മൂടുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇവിടെ അനുസ്മരണ പ്രാർത്ഥന നടത്തുന്നുണ്ട്, വിശ്വാസ പ്രമാണം നടത്തുന്നുണ്ട്. വിശ്വാസ പ്രമാണത്തിന് ശേഷം പാട്ട് പാടിക്കൊണ്ട് വൈദികനും ശുശ്രൂഷകരും 3 പ്രാവശ്യം ബലിപീഠത്തെ വണങ്ങി ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബലിപീഠ പ്രവേശനം വരെയാണ് ഈ പറയുന്ന ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗം. അടുത്തത് ഈ ഭാഗത്ത് കർത്താവിൻ്റെ പീഡാനുഭവവും മരണവും സംസ്കാരവും പ്രത്യേകം അനുസ്മരിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെയും മാർത്തോമാ ശ്ലീഹായെയും നിദ്ര പ്രാപിച്ച എല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത 4ാമത്തെ ഭാഗമാണ് കൂദാശ ഭാഗം അഥവാ അനാഫറ. അനാഫറ എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ അനാഫറ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്നാണ്. കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്നും ഇതിന് പേരുണ്ട്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഈ പ്രാർത്ഥന മുതൽ കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് ആരംഭിക്കുന്ന റൂഹാക്ഷണ പ്രാർത്ഥന വരെ ഉള്ള ഭാഗമാണ് അനാഫറ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതായത് ബലിപീഠ പ്രവേശനം കഴിഞ്ഞിട്ട് ആദ്യമേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന മുതൽ റൂഹാക്ഷണ പ്രാർത്ഥന വരെയാണ് ഈ പറയുന്ന അനാഫറ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഈ ഭാഗത്ത് സമാധാനം കൊടുക്കലും 4 ഗഹാന്ത പ്രാർത്ഥനകളും രക്ഷാകര രഹസ്യങ്ങളുടെ അനുസ്മരണവും അന്തിമ ഭോജന വിവരണവും മധ്യസ്ഥ പ്രാർത്ഥനകളും റൂഹാക്ഷണ പ്രാർത്ഥനയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 4 ഗഹന്ത പ്രാർത്ഥനകൾ, അതായത് വലിയ പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ കുനിഞ്ഞ് നിന്നുകൊണ്ട് 2 കൈകളും യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ടാണ് വൈദികൻ ഇത് ചൊല്ലിക്കൊണ്ടിരുന്നത്. ഈ ഗഹന്ത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കുനിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുനിഞ്ഞ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഇതിന് ഗഹന്ത പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 4 പ്രാർത്ഥനകൾ ഈ പരിശുദ്ധ കുർബാനയ്ക്കകത്തുണ്ട്. ഒരു അനാഫറയ്ക്കകത്ത് 4 ഗഹന്ത പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഈ പ്രധാനമായിട്ടും രക്ഷാകര രഹസ്യങ്ങളുടെ അനുസ്മരണം നടക്കുന്നുണ്ട്, അന്തിമ ഭോജന വിവരണം നടക്കുന്നുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ട്, റൂഹാക്ഷണ പ്രാർത്ഥനയും ഈ അനാഫറയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സൃഷ്ടികർമ്മത്തിലൂടെയും രക്ഷാകര കർമ്മത്തിലൂടെയും പവിത്രീകരണത്തിലൂടെയും ദൈവം നമ്മോട് കാണിച്ച അനന്ത കാരുണ്യത്തെ ഓർത്ത് ഈ പ്രാർത്ഥനയിലൂടെ സഭ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനകത്ത് 3ാമത്തെ ഗഹന്ത പ്രാർത്ഥനയ്ക്കകത്ത് ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ നീ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നന്മകൾക്ക് അതീതമായിട്ട് ഈ ജീവിതത്തിൽ നീ ചൊരിഞ്ഞു തന്നിട്ടുള്ള നന്മകൾക്ക് അതീതമായിട്ട് ഞങ്ങൾ നിനക്ക് എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പം നമ്മളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നീണ്ട പ്രാർത്ഥനകളാണ് 4 എണ്ണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഇതെല്ലാം ഒരു കൃതജ്ഞതാ സ്തോത്രമാണ്, നന്ദി പറയുകയാണ്. നമ്മളെ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ തന്ന അവസരത്തെ ഓർത്ത് ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് ഇവിടെ പ്രധാനമായിട്ടും. നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാനം ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നുണ്ട്. ഇനിയും അടുത്ത 5ാമത്തെ പരിശുദ്ധ കുർബാനയുടെ ഭാഗമാണ് വിഭജന ശുശ്രൂഷ. ഈ കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അപ്പം മുറിക്കലിൻ്റെ ശുശ്രൂഷ ഇവിടെ സീറോ മലബാർ സഭയിൽ നടത്തുന്നത്. അവിടെ അപ്പം മുറിക്കൽ ശുശ്രൂഷ അതിനുശേഷം നടത്തുന്നത്, അതാണ് വിഭജന ശുശ്രൂഷ. തിരുവോസ്തി ഉയർത്തിക്കൊണ്ട് പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനയോടെ വിഭജന ശുശ്രൂഷ ആരംഭിക്കുന്നു. ഇവിടെ പുരോഹിതൻ തിരുവോസ്തി 2ആയി മുറിച്ച് തിരുരക്തവുമായി കലർത്തുന്നു. അതിനുശേഷം വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുക്കുകയാണ് ജനങ്ങളെ. അപ്പോൾ ഈ വിഭജന ശുശ്രൂഷയ്ക്ക് ശേഷമാണ് വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാരെ ഒരുക്കുന്നത്. കർത്താവിൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ പൂർത്തീകരണമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ഈ സമയം വരെയും
നമ്മൾ കർത്താവിൻ്റെ ജനനം മുതൽ രക്ഷാകര രഹസ്യങ്ങളെ ഓരോന്നോരോന്നോരോന്ന് അനുസ്മരിച്ച് കർത്താവിൻ്റെ ഉത്ഥാനം വരെ നമ്മൾ ഓർത്തു. അപ്പോൾ ഇവിടെ ഈ വിഭജന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ പൂർത്തീകരണം, അതായത് കാൽവരിയിൽ പൂർത്തിയായ ആ രക്ഷാകര രഹസ്യത്തിൻ്റെ പൂർത്തീകരണം ഇവിടെ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ്. ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈശോയുടെ സ്വന്തമായിട്ട് മാറുന്ന അനുഭവത്തിലേക്ക് കടക്കുകയാണ്. ഉദ്ധിതനായ മിശിഹ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ആരാധിച്ചതുപോലെ സമൂഹം വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന മിശിഹായെ ഒരുമിച്ച് ആരാധിക്കുന്നു ഈ ശുശ്രൂഷയിലൂടെ. അടുത്ത ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് അനുരഞ്ജന ശുശ്രൂഷയുണ്ട്, അതായത് സമാധാനം കൊടുക്കുന്ന ശുശ്രൂഷ. ഈശോ പറയുന്നില്ലേ, നീ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി നിൻ്റെ സഹോദരനോട് രമ്യതപ്പെടുക, എന്നിട്ട് വന്ന് ബലി അർപ്പിക്കുക. അപ്പോൾ ഇവിടെ ഈ രക്ഷാകര രഹസ്യം പൂർത്തിയായി. അപ്പോൾ ഇനിയും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഈശോയെ സ്വീകരിക്കുവാനുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ്. അവിടെയാണ് ഈ അനുരഞ്ജന ശുശ്രൂഷ സഭയിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ വച്ചിരിക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യർ തമ്മിലുമുള്ള അനുരഞ്ജനത്തിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഈ ഭാഗത്ത് അനുരഞ്ജനപ്പെടുവാൻ ആഹ്വാനം ചെയ്യുന്ന പ്രാർത്ഥനകളും ധൂപാർപ്പണവും പാപമോചന പ്രാർത്ഥനകളും നടത്തുന്നുണ്ട്. വിശ്വാസികൾ കർത്താവിനെ സ്വീകരിക്കുവാനായി ആത്മീയമായിട്ട് ഇവിടെ ഒരുങ്ങുകയാണ്. അടുത്ത ഏഴാമത്തത് ദൈവ ഐക്യ ശുശ്രൂഷ. വിശുദ്ധ കുർബാന സ്വീകരണവും അതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. കർത്തൃ പ്രാർത്ഥന, വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന് അവിടെ ശുശ്രൂഷകൻ പ്രഘോഷിക്കുന്നുണ്ട് എന്ന ആഹ്വാനം, കാർമ്മികരുടെയും വിശ്വാസികളുടെയും വിശുദ്ധ കുർബാന സ്വീകരണം തുടങ്ങിയവയാണ് ഈ ഭാഗത്തുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഉദ്ധിതനായ മിശിഹായെ വിശ്വാസികൾ സ്വീകരിക്കുകയും അവിടുത്തെ ജീവനിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു. അതായത് പരിശുദ്ധ കുർബാന തുടങ്ങിയ സമയം മുതൽ ഈ സമയം വരെയും രക്ഷാകര രഹസ്യങ്ങളിലൂടെ കടന്നുപോയി ഇവിടെ നമ്മൾ ദൈവവുമായിട്ട് ഒന്നാകുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവ ഐക്യ ശുശ്രൂഷ. ദൈവവുമായിട്ട് ഐക്യപ്പെടുക, ഒന്നായിത്തീരുക, പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുക. കാർമ്മികനും വിശ്വാസികളും പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ദൈവവുമായിട്ട് ഒന്നായി ചേരുന്ന ഒരു ശുശ്രൂഷ. അത്രയേ ഉള്ളൂ. അടുത്തത് സമാപന ശുശ്രൂഷയാണ്. സമാപന ശുശ്രൂഷയിൽ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ രക്ഷാകര കർമ്മത്തിൽ പങ്കുകൊള്ളുകയും അവിടുത്തോട് ഐക്യപ്പെടുകയും ചെയ്ത സമൂഹം ദൈവത്തിന് നന്ദി പറയുന്ന ഭാഗമാണ് സമാപന ശുശ്രൂഷ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നന്ദിയുടെ 2 പ്രാർത്ഥനകളുണ്ട്. നന്ദി പറഞ്ഞുകൊണ്ട് 2 പ്രാർത്ഥനകൾ, അതിനുശേഷം ആശീർവാദവും. അപ്പോൾ ഈ പുരോഹിതൻ ത്രിത്വൈക ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പുരോഹിതൻ സമൂഹത്തിന് സമാപന ആശീർവാദം നൽകുന്നു. സ്ലീവായുടെ സജീവമായ അടയാളത്തിൽ പുരോഹിതൻ സമൂഹത്തെ മുദ്ര വയ്ക്കുകയും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം നിത്യജീവിതം തുടങ്ങിയവ ഇവിടെ അനുസ്മരിക്കുന്നു. കർത്താവിൻ്റെ കബറിടമായ ബലിപീഠം ചുംബിച്ചുകൊണ്ട് പുരോഹിതൻ വിശുദ്ധ കുർബാന അവസാനിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലേ? ഇനിയൊരു ബലി അർപ്പിക്കുവാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, കർത്താവിൻ്റെ ബലിപീഠമേ സമാധാനത്തോടെ വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ ബലിപീഠത്തെ ചുംബിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന അവസാനിപ്പിക്കുന്നു. അതിന് തൊട്ടു മുമ്പ് സ്ലീവായുടെ അടയാളത്തിൽ ജനത്തിന് ആശീർവാദം നൽകുന്നുണ്ട്. സമാപന പ്രാർത്ഥനകളും അതിനു മുൻപ് നടക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ് സമാപന ശുശ്രൂഷയിൽ നടക്കുന്നത്. കൃതജ്ഞതാ പ്രാർത്ഥന നടത്തുന്നു. ദൈവ ഐക്യത്തിന് ശേഷം പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം നന്ദി പ്രകടനം. അത് കഴിഞ്ഞ് കാർമ്മികൻ ബലിപീഠത്തിൽ നിന്ന് ആശീർവാദം, സ്ലീബായുടെ അടയാളത്തിൽ ആശീർവാദം സ്വീകരിക്കുന്നു. ബലിപീഠത്തോട് യാത്ര പറഞ്ഞ് നമ്മൾ ഭവനങ്ങളിലേക്ക് മടങ്ങുന്നു. പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതിലൂടെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത് എന്നുള്ളതാണ്. പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതിലൂടെ കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങൾ മനുഷ്യാവതാരം മുതൽ 2ാമത്തെ ആഗമനം വരെ നാം അനുസ്മരിക്കുകയും അവയിൽ പ്രതീകാത്മകമായി പങ്കുചേരുകയും ചെയ്യുന്നു. പിതാവ് പുത്രനെ ഭരമേൽപ്പിക്കുകയും
പരിശുദ്ധ റൂഹ വഴി പരിപൂർണമാക്കുകയും ചെയ്ത ഈ രക്ഷയുടെ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുവാൻ ഇതുവഴി നാം സജ്ജരായി തീരുന്നു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നൽകുന്ന സന്ദേശം ഇതാണ്. അതായത് പിതാവ് പുത്രനെ ഭരമേൽപ്പിക്കുകയും പരിശുദ്ധ റൂഹ വഴി പൂർണ്ണമാക്കപ്പെടുകയും ചെയ്ത രക്ഷയുടെ രഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരായി തീരുക. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണ്, ഒരു പ്രേക്ഷിതനായിട്ട് തീരുക. ഈ നമ്മൾ അനുസ്മരിച്ച, നമ്മൾ ഓർത്ത, നമ്മൾ പ്രാർത്ഥിച്ച കർത്താവിൻ്റെ രഹസ്യങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് കർത്താവ് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചോ അതുപോലെ ജീവിക്കുക. അതാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലൂടെ പറയുന്നത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ, എന്തിനു വേണ്ടിയിട്ട് എന്നെ അയച്ചോ അതിനു വേണ്ടിയിട്ട് ഞാനും നിങ്ങളെ അയക്കുകയാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും ഓരോ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും ഈ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഇതാണ്, മറ്റൊരു പ്രേക്ഷിതനായിട്ട് തീരുക എന്നുള്ളതാണ്. ദൈവം മനുഷ്യരാശിക്ക് നൽകിയ കൃപാദാനമായ മിശിഹായുടെ രക്ഷാകര രഹസ്യത്തിൽ സഭാംഗങ്ങൾക്ക് പങ്കുചേരുവാൻ അവിടുന്ന് ഒരുക്കിയ സുവർണ അവസരമാണ് പരിശുദ്ധ കുർബാന. അനുഭവപരമായി ഈ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ സഹായിക്കത്തക്ക വിധമാണ് സീറോ മലബാർ സഭ വിശുദ്ധ കുർബാനയിലെ കർമ്മങ്ങൾ ഓരോന്നും സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, സീറോ മലബാർ സഭയിലെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പഠിച്ചത്. അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ശാലോം ടി വിയിൽ സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയുണ്ട്. അത് ഒരു 2 ദിവസമെങ്കിലും അതൊന്ന് കാണണം. നിങ്ങൾ എന്നും കാണാൻ വേണ്ടിയിട്ടല്ല, 2 ദിവസമെങ്കിലും അതൊന്ന് കാണുക. അതിനുശേഷം നമ്മുടെ മലങ്കര സഭയുടെ ആരാധന പരിശുദ്ധ കുർബാനയും ഈ ശാലോം ടി വിയിൽ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കണ്ടിട്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും ഒരു താരതമ്യ പഠനം നിങ്ങൾ വീട്ടിലിരുന്ന് ഒന്ന് നടത്തി. ഒത്തിരിയൊന്നും വേണ്ട, നിങ്ങൾ വലിയ തിയോളജിക്കലായിട്ടൊന്നും അതിനെക്കുറിച്ച് എഴുതണ്ട. അത് രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ, ഇവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, തമ്മിൽ എവിടെയൊക്കെയാണ് വ്യത്യാസമുള്ളത് എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഇത് ഒന്ന് കണ്ട് ഒരു 1/2 പേജ് ഇവ ഈ 2 കുർബാനയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് എഴുതി നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുക. നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുവാനും സൺഡേ സ്കൂളിൽ പങ്കെടുക്കുവാനും ഒക്കെ ഉള്ള അനുഗ്രഹം ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. കാരുണ്യവാനായ ഈശോയെ, ഈ സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ച് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ സമയം പഠിക്കുകയും അതിനെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുകയും ചെയ്തു. ഇത് പഠിക്കുന്ന സമയത്ത് ഞങ്ങളോട് കൂടെ ആയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമൃദ്ധമായ നിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് തരണമേ. ഈശോയെ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച കാണുന്നിടം വരെ സേഫായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ആയിരിക്കാം.